കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിനെതിരായ പരാതിയിൽ ഇടപെട്ടിരിക്കുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സത്യവാങ്മൂലത്തിലെ വിവരങ്ങളിൽ പൊരുത്തക്കേട് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കോൺഗ്രസ് നൽകിയ പരാതിയിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ നടപടി. എ.വി. ജയശങ്കർ നൽകും തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ. ജയശങ്കർ, കോൺഗ്രസ് നൽകിയ പരാതിയാണ്, അതിലിപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഇടപെടൽ വരുന്നു. എന്താണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം? അതായത് രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ പൊരുത്തക്കേടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് നിലവിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് നൽകിയിരുന്ന പരാതി രാജീവ് ചന്ദ്രശേഖർ തന്റെ സ്വത്ത് വിവരം ഉൾപ്പെടെ മറച്ചുവെച്ചു എന്നാണ്. ഈ പരാതിയിലാണ് നിലവിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CBDTക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പരിശോധന ആരംഭിച്ചതായാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 125 പ്രകാരം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ പരാതിയാണ്. സംസ്ഥാനത്ത് LDF ഉൾപ്പെടെ സമാനമായ പരാതി ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. എന്തായാലും കോൺഗ്രസിന്റെ പരാതിയിലാണ് നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. ഈ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക തള്ളുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കും. ശരി, എ.വി. ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്.